നിരീശ്വരവാദികളെന്ന് പറയുമ്പോൾ തന്നെ അമ്മ പെങ്ങളെ തിരിച്ചറിയാത്ത, കള്ള് കുടിച്ച് കഞ്ചാവ് അടിച്ച് നടക്കുന്ന, പ്രാർത്ഥിച്ച് പുള്ളിയെ മരിച്ച ആ ഒരു അവസ്ഥയിൽ നിന്ന് പുനർജീവിപ്പിച്ചു. വിശ്വാസിയായിരിക്കുക എന്ന് പറയുന്നത് തന്നെ അറ്റ് ദ ഫസ്റ്റ് പ്ലേസ് ഒരു മണ്ടത്തരമാണ്. ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുമ്പോഴത്തേന് പ്രകൃതിയെ, പുഴയെ, ഫോറസ്റ്റിനെയൊക്കെ അതായിട്ട് തന്നെയാണ് കാണുന്നത്, ദൈവങ്ങളായിട്ടല്ല കാണുന്നത്. അതുകൊണ്ട് ഇവർ അതിനെയൊക്കെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ച് പോരാറുണ്ട്. മരണാനന്തര ജീവിതമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം റിയൽ ആയിട്ടുള്ളൊരു ജീവിതം. ഹായ് എവരിവൺ, ഞാനിപ്പോൾ സ്വീഡനിലെ ഒരു നാച്ചുറൽ റിസർവിലാണുള്ളത്. സ്വീഡനിൽ നാച്ചുറൽ റിസർവുകൾക്ക് യാതൊരുവിധ പഞ്ഞവും ഇല്ല. എല്ലാ മുനിസിപ്പാലിറ്റിയിലും 1, 2, 3 വെച്ചൊക്കെ ഉണ്ട്. അപ്പം ഞാൻ താമസിക്കുന്നതിന് അടുത്തുള്ള ഒരു നാച്ചുറൽ റിസർവിലാണ്. ഇവിടെ ഞാൻ വിൻ്ററിൽ വന്നിരുന്നു, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുമ്പോഴത്തേന് പ്രകൃതിയെ, പുഴയെ, ഫോറസ്റ്റിനെയൊക്കെ അതായിട്ട് തന്നെയാണ് കാണുന്നത്, ദൈവങ്ങളായിട്ടല്ല കാണുന്നത്. അതുകൊണ്ട് ഇവർ അതിനെയൊക്കെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ച് പോരാറുണ്ട്. ടൈറ്റിലോ തംബ്നെയിലോ ഒക്കെ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ വിശ്വാസിയായിരിക്കുക എന്ന് പറയുന്നത് തന്നെ അറ്റ് ദ ഫസ്റ്റ് പ്ലേസ് ഒരു മണ്ടത്തരമാണ്. അതിലുപരി വിശ്വാസി ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് മറ്റു പല കാര്യങ്ങളിലും അന്ധമായിട്ടുള്ള വിശ്വാസം കാണും. അങ്ങനെ വിശ്വാസി ആയിരിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന മണ്ടൻ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാനായിട്ടാണ് ഈ വീഡിയോ. ഒന്നാമതായിട്ട് എനിക്കുണ്ടായിരുന്നൊരു വിശ്വാസമാണ് ഈ നിരീശ്വരവാദികളെല്ലാം എന്തോ വളരെ നികൃഷ്ട ജീവികളാണ്, വൃത്തികെട്ടവരാണ്. നിരീശ്വരവാദികളെന്ന് പറയുമ്പോൾ തന്നെ അമ്മ പെങ്ങളെ തിരിച്ചറിയാത്ത, കള്ള് കുടിച്ച് കഞ്ചാവ് അടിച്ച് നടക്കുന്ന, അതായിരുന്നു എൻ്റെ ഒരു മൈൻഡിൽ. വിശ്വാസിയായിരുന്ന സമയത്ത് എനിക്ക് നിരീശ്വരവാദി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ. ഞാൻ വിശ്വാസി സമൂഹത്തിൽ തന്നെ ആയിരുന്നു കൂടുതലും ജീവിച്ചിരുന്നത്. എൻ്റെ ഒരു ചെറുപ്പകാലത്ത് നിരീശ്വരവാദിയായ ആളെ എനിക്ക് കണ്ടുപരിചയം പോലും ഇല്ല. എല്ലാവരും പറയുന്നേ ഉള്ളൂ നിരീശ്വരവാദി. എൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജനിച്ചു വളർന്ന് കണ്ടിട്ടേ ഇല്ല. ഒരു നിരീശ്വരവാദിയായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ കുട്ടിക്കാല എക്സ്പീരിയൻസ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു. നിരീശ്വരവാദികളെന്ന് പറയുമ്പോൾ എന്തോ മോറൽ വാല്യൂവും എത്തിക്കൽ വാല്യൂവും തീരെ ഇല്ലാത്ത വൃത്തികെട്ട നികൃഷ്ട ജീവികൾ. അതായിരുന്നു എൻ്റെ ഒന്നാമത്തെ ഒരു മണ്ടൻ വിശ്വാസം. രണ്ടാമത്തേത് ഓൾറെഡി ഞാൻ പല വീഡിയോയിലും എൻ്റെ ബയോയിലും തന്നെ ഇട്ടിട്ടുണ്ട്. പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നു ഞാൻ. അപ്പോൾ അതിൽ ഈ രോഗശാന്തി, സൗഖ്യം, അങ്ങനെയൊക്കെ ദൈവിക രോഗശാന്തി എന്നൊക്കെ പറഞ്ഞ പരിപാടി ഇവരുടെ മെയിൻ ഒരു കാര്യമാണ്, ഇവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പം ഞാൻ കുട്ടിയായിരിക്കുന്ന സമയം തൊട്ട് കേട്ടിട്ടുള്ള കാര്യമുണ്ട്, ഇവർ മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പാസ്റ്റർ പോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളി മരിച്ചു കിടന്ന ആളെ ചർച്ചിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ കൺവെൻഷന് കൊണ്ടുവരികയോ അങ്ങനെ എന്തോ ആണ് ആ കഥ. അപ്പോൾ അവിടെ കൊണ്ടുവന്നതിന് ശേഷം പുള്ളി പ്രാർത്ഥിച്ച് പുള്ളിയെ മരിച്ച ആ ഒരു അവസ്ഥയിൽ നിന്ന് പുനർജീവിപ്പിച്ചു. അതായിരുന്നു ഞാൻ കേട്ട ഒരു മണ്ടൻ വിശ്വാസം. അപ്പോൾ രണ്ടാമത്തെ എൻ്റെ മണ്ടൻ വിശ്വാസമായിരുന്നു ഈ രോഗശാന്തി. ഈ മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ണും പൂട്ടി ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഇവരുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് ഇത്. പക്ഷേ അന്നത്തെ ഒരു ടൈം കൂടെ അതിന് കാരണമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അന്ന് മരുന്ന് മേടിക്കാൻ അതിനുള്ള സാഹചര്യമൊക്കെ ആൾക്കാർക്ക് വളരെ കുറവായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ കുറേ കൂടെ ഫിനാൻഷ്യലി വെൽ ഓഫ് ആയതും അതിൻ്റെ കാരണമായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെ ആശ്രയിക്കേണ്ട കാര്യമില്ലാതായിട്ടുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതത്ര നിലനിന്ന് പോകുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ഈ TPM ചർച്ചിലൊക്കെ എൻ്റെ ഒരു കുട്ടിക്കാലത്ത്, ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് മാറ്റിയില്ലെങ്കിൽ ആൾക്കാർ ഇട്ടിട്ട് പോകും. അതുകൊണ്ട് ആ ഒരു ടൈമിൽ ആരെങ്കിലും എന്തെങ്കിലും പറ്റി ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആകുകയാണെങ്കിൽ 6 മാസത്തേക്കോ 3 മാസത്തേക്കോ മുടക്കിയിരുത്തുക എന്നൊരു പരിപാടിയുണ്ട്. അവർ സഭയിൽ വെറുതെ വരിക, പോവുക. അവിടെ ഒന്നിനും കയറി അഭിപ്രായം പറയാനോ കാര്യങ്ങൾക്കോ അവർക്ക് യാതൊരുവിധ അവകാശമില്ലാത്ത രീതിയിലൊക്കെ ആക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു മണ്ടവിശ്വാസം ഇതായിരുന്നു. പിന്നെ ഞാൻ വിശ്വസിച്ചിരുന്നതാണ് ഈ അന്ധമായി അഗാധമായി വിശ്വസിച്ചിരുന്ന കാര്യമാണ് ഈ സ്വർഗവും നരകവും. പാപം ചെയ്തു കഴിഞ്ഞാൽ നരകത്തിലിട്ട് പൊരിക്കുന്നു. സർവ്വകാരുണ്യവാനും സ്നേഹവുമായ ദൈവം പുള്ളിക്കാരൻ തന്നെ മനുഷ്യരെ ജനിപ്പിച്ച് പുള്ളിക്കാരൻ തന്നെ അവരെ കൊണ്ട് തെറ്റ് ചെയ്യിച്ചിട്ട് പുള്ളി തെറ്റ് ചെയ്യിക്കുന്നതിന് അവരെ അവസാനം തീയിലിട്ട് പൊരിക്കാനായിട്ട് നരകം, സ്വർഗം എന്നൊരു സാധനമൊക്കെ ഉണ്ടാക്കുന്നു. ആ ഒരു കോമഡി കഥയിലും ഞാൻ വളരെയധികം അഗാധമായി വിശ്വസിച്ചിരുന്നു. പിന്നീട് ഏതൊരു ക്രിസ്ത്യാനിയും പോലെ തന്നെ ദിവ്യഗർഭത്തിലും ഞാൻ കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്നു. ഡാഡി ഇല്ലാതെ ഒരു കുട്ടി ജനിക്കുക, അതിനെ ചോദ്യം പോലും ചെയ്യാതെ ഞാൻ അത് കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്ന ഒരു ടൈം പീരീഡായിരുന്നു ആ വിശ്വാസിയായിട്ടുണ്ടായിരുന്ന സമയത്തെ. പിന്നീട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് തന്നെ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു മണ്ടൻ സങ്കല്പം. പലരും പല വീഡിയോയിലും വന്ന് പറഞ്ഞിട്ടുണ്ട് എവല്യൂഷൻ എങ്ങനെ ദൈവവിശ്വാസത്തിന് വിരുദ്ധമാകും, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ. എങ്ങനെ വിരുദ്ധമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ പറ്റും,
ക്രിയേഷനിസം അനുസരിച്ച് ബൈബിളിൽ പറയുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ഇന്ന് കാണുന്ന കൂട്ട് നമ്മളെ സൃഷ്ടിച്ച് അതേപോലെ ഇറക്കി വിടുകയാണ്. പക്ഷേ എവല്യൂഷൻ പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ഇന്ന് കാണുന്ന ഷേപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ പല ഓർഗൻസും തന്നെ കാലാനുസൃതമായി അതിൻ്റെ സറൗണ്ടിങ്ങിന് വേണ്ടത്തക്ക രീതിയിൽ മാറ്റപ്പെട്ട് ഇവോൾവ് ചെയ്തുണ്ടായതാണ്. അപ്പം തീർച്ചയായിട്ടും എവല്യൂഷൻ സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ പറയുന്നൊരു ദൈവവിശ്വാസം, ബിബ്ലിക്കൽ ദൈവത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ആ ഒരു വിശ്വാസവും ആ ഒരു ക്രിയേഷനിസവും പൊളിച്ചടുക്കപ്പെടുന്നതാണ്. അപ്പോൾ എവല്യൂഷനെയും എനിക്ക് തീരെ സയൻസ് അല്ല, മണ്ടത്തരം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയിൽ എവല്യൂഷൻ പഠിപ്പിച്ചപ്പോഴത്തേന് ആ ഒരു ടീച്ചറിനെ ഞാൻ വെറും ഊള എന്ന രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനൊരു സാധനം. പിന്നീട് ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ ലോകത്തിലെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വെറും നശ്വരമാണ്. യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണശേഷം ഉണ്ടാകുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അത് തന്നെയാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വെറും വേണം, ഒരു ജോലി കിട്ടാനായിട്ട് ജസ്റ്റ് പഠിക്കണം. ആ ഒരു അപ്രോച്ചിലായിരുന്നു ഞാൻ എഡ്യൂക്കേഷനൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ ഒരു പോയിന്റിൽ ലോകത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് വെറുതെ ജസ്റ്റ് അപ്പുറത്തോട്ട് ചെല്ലുന്നതിന് മുമ്പ് ആ ഒരു ബഫർ പീരീഡിൽ ഒന്ന് ടെസ്റ്റ് നടത്തുന്ന സ്ഥലം. നമ്മളിപ്പോൾ ലാബുകളൊക്കെ പോലെ ലാബുകളിൽ നമ്മൾ ടെസ്റ്റ് നടത്തുന്നു, പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ എക്സാം പാസ്സാക്കുന്നു എന്ന് പറയുന്ന പോലെ സ്വർഗത്തിലേക്ക് വിടാനായിട്ട് ഉള്ള ഒരു ജസ്റ്റ് ഒരു ചുമ്മാ ഒരു സ്ഥലം. മറ്റേന്ന് പറഞ്ഞാൽ കോടാനുകോടി വർഷങ്ങളല്ലേ അതിനുശേഷം സ്വർഗത്തിൽ ജീവിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്വർഗത്തിലേക്കുള്ള മരണാനന്തര ജീവിതമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം റിയലായിട്ടുള്ളൊരു ജീവിതം. ഇത് വെറുതെ ചുമ്മാ തമാശയ്ക്ക്, ജസ്റ്റ് ഫോർ ഫൺ, ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ലോകത്തിലെ ജീവിതത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ബ്ലൂബെറി പ്ലാന്റ്. ഇതിൻ്റെ ടൈം ആയിട്ടില്ല, എനിക്ക് തോന്നുന്നു ജൂലൈ ഓഗസ്റ്റ് അതാണെന്ന് തോന്നുന്നു അതിൻ്റെ എക്സാക്ട് ടൈം. അപ്പോൾ ഇത് ആയി വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു ഫ്രൂട്ട് ആയിട്ടില്ല, ആകുന്ന പീരീഡ് ആകുന്നതേ ഉള്ളൂ. ഇത് ഇവിടുത്തെ കാടുകളിലൊക്കെ ഇഷ്ടംപോലെ വെറുതെ കിടക്കും, ആളുകൾക്ക് വേണമെങ്കിൽ വന്ന് പറിക്കാം. പിന്നെ ഒരു മനുഷ്യനെന്ന നിലയിൽ അയാളെ സെൽഫ് വർത്ത് ഇല്ലാതാക്കുന്ന ഒരു രീതിയുണ്ട്. എന്നെ തന്നെ ഒരു വിലയും ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഇല്ല, അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഐ എം നത്തിങ്. ഇവർ പറയുന്നത് തന്നെ നീ ഒന്നുമല്ല, ദൈവത്തെ കൊണ്ടാണ് നിനക്കല്ല, നിനക്ക് യാതൊരുവിധ കഴിവില്ല. അപ്പം സെൽഫ് വർത്ത് എന്ന് പറഞ്ഞൊരു സാധനമേ എനിക്കില്ലായിരുന്നു. ഞാൻ തന്നെ എനിക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല. കാരണം കൊച്ചിലെ തൊട്ട് കേട്ടിങ്ങനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നത്തിങ്, യു ആർ വർത്ത്ലെസ്. ദൈവമാണ്, ദൈവം ഉള്ളത് കൊണ്ടാണ്, ദൈവം തരുന്ന കൃപയും കഴിവുമാണ് നീ എന്തൊക്കെ നേടിയാലും അതിൽ നിന്നെ പ്രാപ്തനാക്കുന്നത്. അല്ലാതെ അത് നിൻ്റെ കഴിവോ സ്വന്തം ബുദ്ധിയോ സ്വന്തം യുക്തിയോ കാര്യങ്ങളോ അല്ല. ദൈവം തരുന്നതാണ് അതെല്ലാം. ദൈവമാണ് റിയലി ദ റിയൽ സെൻസ്. അപ്പോൾ ഞാൻ എന്ത് അച്ചീവ് ചെയ്താലും ഞാൻ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അതൊന്നും എൻ്റെ കഴിവോ സാമർഥ്യമോ കാര്യങ്ങളോ അല്ല. എല്ലാം ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം, അതൊക്കെ കൊണ്ടാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ സെൽഫ് വർത്ത് ഇല്ലാത്ത രീതിയിലാക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ സെൽഫ് റെസ്പെക്റ്റോ സെൽഫ് വर्थോ അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാൾ എന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. കാരണം ദൈവം തരുന്ന കഴിവുകൾ കൊണ്ടാണ് ഞാനെല്ലാം ആയിരിക്കുന്നതും കാര്യങ്ങളും. എനിക്ക് എന്നോട് തന്നെ ഒരു വിലയില്ലാത്ത, എന്നോടൊരു സ്നേഹമില്ലാത്ത, നമ്മളെ സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു കാര്യം വേണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യന്. പക്ഷേ ആ ഒരു സെൽഫ് ലവിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു മതവിശ്വാസങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നത്. പ്രത്യേകിച്ച് ഈ പെന്തക്കോസ് പോലെയുള്ള എക്സ്ട്രീം വിശ്വാസങ്ങൾ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഒന്നിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ഇമോഷണലി ഏറ്റവും വൾണറബിൾ ആക്കിയതിന് ശേഷം ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞ് ഒരു എൻലൈറ്റ്മെൻറ്റ് പോലെ കൊണ്ട് തലയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു കാര്യവും ഞാൻ വല്ലാത്ത രീതിയിൽ വിശ്വസിച്ച് വന്നത്. എനിക്ക് എന്നോട് തന്നെ ഒരു വിലയോ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോഴത്തേന് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നതും പറയണം എന്ന് തോന്നിയത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പതിവ് പോലെ തന്നെ തക്കടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.